പാകിസ്ഥാന്റെ വാദങ്ങൾ തകർന്നടിയുന്നു. ടിടിപി തലവന്റെ ഒരു വീഡിയോ ദൃശ്യം ഇപ്പോൾ പാക് മണ്ണിൽ നിന്നും പുറത്തുവരികയാണ്. സൈന്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നൂർബാലി മസൂദ് ഇസ്ലാമിലെ കടുത്ത ഒരു പ്രതിഷേധത്തിലാക്കിക്കൊണ്ടാണ് ടെഹ്രിക്ക് താലിബാൻ പാകിസ്ഥാന്റെ പരമോന്നത നേതാവ് കൂടിയായ മുഫ്തി നൂർ വാലി ആകട്ടെ ഒരു പുതിയ വീഡിയോ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. വർഷങ്ങളായി തന്നെ ടിടിപി നേതൃത്വം അഫ്ഗാനിസ്ഥാനിൽ ഒളിച്ചിരിക്കുകയാണ് എന്ന പാകിസ്ഥാൻ സർക്കാരിന്റെയും സൈന്യത്തിന്റെയും ഔദ്യോഗിക വാദങ്ങൾ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് പാക് മണ്ണിൽ നിന്നുകൊണ്ട് അവകാശപ്പെടുന്ന ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഖൈബർ പത്വേക്കയിലെ ഖുറം അതേപോലെ കരാക്ക് ജില്ലകളുടെ അതിൽ നിന്ന് താൻ പരസ്യമായി തന്നെ സഞ്ചരിക്കുന്നതായും പാക് സൈന്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും കാണിച്ചുകൊണ്ടാണ് മസൂദ് ആകട്ടെ ഈ വീഡിയോയിലൂടെ തന്നെ അവകാശപ്പെട്ടിരിക്കുന്നത്. രാജ്യത്തിനകത്ത് തന്നെ സായുധ ശക്തി വളർത്തിയെടുക്കാൻ കഴിഞ്ഞുവെന്ന സന്ദേശമാണ് ഇതിലൂടെ തന്നെ ടിടിപി നൽകാൻ ശ്രമിക്കുന്നത് എന്നതാണ് സുരക്ഷാ വിദഗ്ധരുടെ വിലയിരുത്തൽ. വീഡിയോയിൽ പാക് സൈന്യത്തിനെതിരെ ശക്തമായ ഭീഷണിയും ഇതിലൂടെ തന്നെ ഉയരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ആക്രമണങ്ങൾ കൂടുതൽ വ്യാപിക്കുമെന്നും മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾ ടിടിപിയുമായി തന്നെ കൈകോർത്തുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അവിടെ നടത്തുമെന്ന മസൂദ് ആകട്ടെ ഇത്തരത്തിലുള്ള ഒരു ആഹ്വാനമാണ് നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാനിൽ ശരിയത്ത് നിയമം സ്ഥാപിക്കുകയാണ് സംഘടനയുടെ ലക്ഷ്യമെന്നും ഖൈബർ പത്വേക്ക കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പുതിയ യുദ്ധതന്ത്രങ്ങൾ നടപ്പാക്കുമെന്നതാണ് ഇവർ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ കാശ്മീരിലെയും അതേപോലെ പാലസ്തീനിലെയും സായുധ ഗ്രൂപ്പുകൾക്ക് പിന്തുണ അറിയിച്ച മഹസൂദ് ആകട്ടെ ഗോത്ര മേഖലകളിൽ പാക് സൈന്യം മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുകയാണ് എന്ന ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ പരാമർശങ്ങൾ ആഭ്യന്തര സുരക്ഷാ പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കുന്നു എന്നതാണ് വിലയിരുത്തൽ. അതേസമയം വീഡിയോയുടെ ആധികാരികതയെക്കുറിച്ച് പാകിസ്ഥാൻ സർക്കാർ ഔദ്യോഗികമായി തന്നെ പ്രതികരിച്ചിട്ടില്ല. ദൃശ്യങ്ങൾ യഥാർത്ഥത്തിൽ തന്നെ പാകിസ്ഥാനിൽ നിന്നോ അതോ എവിടെ നിന്നാണ് എത്തുന്നതെന്നും സുരക്ഷാ ഏജൻസികൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വീഡിയോ യാഥാർത്ഥ്യമാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടാൽ രാജ്യത്തിനകത്ത് തന്നെ ടിടിപി നേതൃത്വവും ശൃംഖലയും അവിടെ സജീവമാണ് എന്ന് തന്നെയാണ് ഇവിടെ വിലയിരുത്തുകയും ഇത് വലിയ തിരിച്ചടിയായേക്കുമെന്നും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനെയാണ് ടിടിപി ആക്രമണങ്ങളുടെ കേന്ദ്രമെന്ന് ഇതുവരെ തന്നെ ആവർത്തിച്ചു പറഞ്ഞിരുന്ന ഇസ്ലാമാബാദിന്റെ നിലപാട് ഈ വീഡിയോ വലിയ വെല്ലുവിളിയായി ഉയരുകയാണ്. പാക് സുരക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യതയും അതിർത്തി സുരക്ഷയും വീണ്ടും കൂടുതൽ ചോദ്യങ്ങൾ നേരിടുന്ന സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, സ്വാത് ജില്ലയിൽ ഓഗസ്റ്റ് 2-ന് 13 പേരുടെ മരണത്തിനിടയാക്കിയ അതിശക്തമായ ചാവേർ ആക്രമണത്തിനും അതേപോലെ തന്നെ പെഷ്വാറിൽ 4 പോലീസുകാർക്ക് പരിക്കേറ്റ IED സ്ഫോടനത്തിനും തൊട്ടു പിന്നാലെയാണ് ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നത്. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ അഫ്ഗാനിസ്ഥാൻ താലിബാന്റെ സഹായമുണ്ട് എന്നതാണ് പാകിസ്ഥാൻ ആവർത്തിച്ച് ആരോപിക്കുന്നതും. എന്നാൽ സ്വന്തം സുരക്ഷാ വീഴ്ചകൾ മറച്ചുവെക്കാനാണ് ഇസ്ലാമാബാദ് അഫ്ഗാനിസ്ഥാനെ പഴിചാരുന്നതെന്നും ടിടിപി പാകിസ്ഥാനിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്നും കാബൂളിലെ അഫ്ഗാൻ ഭരണകൂടവും അവിടെ തിരിച്ചടിച്ചു അല്ലെങ്കിൽ വലിയ രീതിയിൽ ഇത്തരത്തിൽ ഒരു സന്ദേശം ഉണ്ടാകുമെന്നതാണ് വ്യക്തമാക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെ ടിടിപി തലവൻ തന്നെ നേരിട്ടെത്തിക്കൊണ്ട് പാക് അതിർത്തിക്കുള്ളിൽ നിന്നുള്ള വീഡിയോ പുറത്തുവിട്ടത് പാക് പ്രതിരോധ മന്ത്രാലയത്തിനും സൈനിക ജനറൽമാർക്കും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല, പാകിസ്ഥാൻ സർക്കാരിന് ഇത് വലിയൊരു തിരിച്ചടിയായി പ്രധാനമായും തന്നെ പാക് സൈനിക മേധാവി അസീം മുനീറിന് ഇത് വലിയ തിരിച്ചടിയായി മാറുമെന്നതിലും സംശയമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.